നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതെ, ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തിനകത്ത് നിധിയാണ് വലിയ ചർച്ചാ വിഷയം. ആ നിധി എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ളൊരു ചർച്ച വീണ്ടും ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതിലുള്ള പല വിലയിരുത്തലും വരുന്നു. പണ്ട് കേട്ട പല കേട്ടുകേൾവികളും കഥകളുമൊക്കെ വീണ്ടും ഉദിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. മറുഭാഗത്തൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇത്രയധികം നിധി ഉണ്ടായത്? ഈ നിധി മുഴുവൻ പത്മനാഭൻ്റെ സ്വന്തമാണോ, രാജകുടുംബത്തിൻ്റെ സ്വന്തമാണോ, അതോ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണോ? ശരി, എങ്ങനെയാണ് സാർ ഇത് അവിടെ എത്തിയത്? ഇത് പണ്ട് മുതലേ ഇതിലൊരു വിവാദം ഇങ്ങനെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ 2011 ശേഷം ഇത് വളരെ ശക്തമായിട്ട് വരികയുണ്ടായി. പലരും അന്ന് പറയുകയുണ്ടായി ഇത് തിരുവിതാംകൂറിലെ ജനതയുടെ പണമാണ്, ട്രാവൻകൂർ ജനതയുടെ പണമാണ്, അവരുടെ ട്രഷറിയിലുള്ള പണമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രാവൻകൂർ കേരളവുമായി ലയിപ്പിച്ചപ്പോൾ ഇത് കേരളത്തിൻ്റെ സ്വത്തായി മാറേണ്ടതാണ് എന്നൊക്കെ പറയുകയുണ്ടായി. മലയാളികളുടെ ഒരു സ്ഥിരം ശൈലിയുണ്ടല്ലോ. അപ്പോൾ അത് ഈ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനായിട്ട് പലരും പലപ്പോഴായിട്ട് ശ്രമിച്ചതിൻ്റെ ഒരു ഭാഗമായി വന്ന ഒരു മെസ്സേജാണത്. പക്ഷേ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് അങ്ങനെ ട്രാവൻകൂർ ജനതയുടെ പണമോ, അല്ലെങ്കിൽ ട്രാവൻകൂർ ജനതയുടെ ട്രഷറിയിലെ പണമോ, അല്ലെങ്കിൽ ട്രാവൻകൂർ ജനതയിൽ നിന്ന് പിരിച്ചെടുത്ത പണമോ അല്ല. മറിച്ച് ഇത് കാലാകാലങ്ങളിൽ ഓരോരോ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ, ഭക്തജനങ്ങൾ ദൈവത്തിന് നൽകിയ കാണിക്കയോ അല്ലെങ്കിൽ അവിടുത്തെ തിരുവാഭരണം പോലുള്ള ആഭരണങ്ങളായിട്ടോ ഒക്കെ കൊടുത്ത സാധനങ്ങളാണ്. ഇത് പല സമയങ്ങളിൽ ഇപ്പോൾ ടിപ്പുവിൻ്റെ ആക്രമണമാവാം, അല്ലെങ്കിൽ ഓരോ സമയത്തുണ്ടായ ആക്രമണങ്ങളിൽ കൊള്ളയടിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ മാർത്താണ്ഡവർമ്മ തൻ്റെ സാമ്രാജ്യം വിസ്തൃതമാക്കിയപ്പോൾ ഇപ്പോൾ കായംകുളം പിടിച്ചടക്കി, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെങ്ങന്നൂർ വരെയുള്ള ഭാഗങ്ങൾ പിടിച്ചടക്കി, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ അദ്ദേഹം പിടിച്ചടക്കി വൈക്കത്തോട്ട് പോകുന്നു. ഇങ്ങനെ പിടിച്ചടക്കി വരുമ്പോൾ ആ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ, പ്രത്യേകിച്ച് നിധികൾ ഓരോരുത്തർ തട്ടിക്കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും അദ്ദേഹം ഇത് അങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കരുതി അത് ശേഖരിച്ച് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു നിലവറ ഉണ്ടാക്കി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇതാണ്: ക്ഷേത്ര സ്വത്ത് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണോ അത് പിന്നീടാണോ എന്നറിയില്ല, ഒരുപാട് ഐതിഹ്യങ്ങൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന പലതും പിന്നീട് പറയുകയുണ്ടായി. ഈ നിലവറയ്ക്കകത്ത് കയറിയാൽ പ്രശ്നമാവും, ഈ നിലവറയ്ക്കകത്ത് ഭൂതമുണ്ട്, അല്ലെങ്കിൽ യക്ഷിയുണ്ട്, അല്ലെങ്കിൽ ഈ നിലവറ തുറന്നാൽ വെള്ളപ്പൊക്കമുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം ഇതാണ്: ആ നിധി ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകരുത്, അത് സ്വത്തായിട്ട് ഇരിക്കണം. ഇത് പലപ്പോഴും രാജാവ് പല കാലങ്ങളിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഉപയോഗിക്കാനായിട്ട്. അതിനുശേഷം അത് തിരിച്ച് വെക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പത്മനാഭദാസൻ എന്നുള്ള നിലയ്ക്ക് പത്മനാഭൻ്റെ ഒരു ക്ഷേത്രമാണ് പണിത്. അതിൻ്റെ നിലവറ പ്രത്യേകമായി സൂക്ഷിച്ച് പത്മനാഭന് കിട്ടിയ ആഭരണങ്ങളും മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആഭരണങ്ങളും അവിടെ സൂക്ഷിച്ചു വയ്ക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അത് മാർത്താണ്ഡവർമ്മയുടെ ഒരു ദീർഘവീക്ഷണമായി. ഇതിപ്പോൾ അക്കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണമല്ലോ, അത് ക്ഷേത്രത്തിന് അടിയിലായിട്ടായിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ പോലും ഈ വിഗ്രഹത്തിന് താഴെയായി നിൽക്കുന്ന ഒരു മേഖലയിലായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് തന്നെ ഈ ഒരു ക്ഷേത്രം വരുന്നത്, ഈ ക്ഷേത്രം നിർമ്മിച്ചത് തന്നെ ഈ നിധികൾ സൂക്ഷിക്കാനുള്ളൊരു മാർഗം എന്ന രീതിയിൽ തന്നെയല്ല, മാർഗം എന്ന രീതിയിലാണെന്നാണ് പറയുന്നത്. കാരണം പത്മനാഭന്റെ കാൽക്കീഴിലേക്ക് തൻ്റെ രാജ്യം സമർപ്പിച്ചപ്പോൾ ഈ ക്ഷേത്രങ്ങൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന വിവിധ ക്ഷേത്രങ്ങളിലെ ആഭരണങ്ങളും അവിടെ ശേഖരിച്ചു വയ്ക്കുകയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. കാരണം അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. കാരണം ചെറിയ ക്ഷേത്രങ്ങളിലിരുന്ന പലതും ആക്രമിക്കാൻ വന്നവർ കൊണ്ടുപോവുകയും പിന്നെ നാട്ടുകാർ തന്നെ പലപ്പോഴും കൊണ്ടുപോവുകയും കള്ളന്മാർ കൊണ്ടുപോവുകയൊക്കെ ആയിട്ട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. നമുക്കറിയാമല്ലോ, പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, നിധികളുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാനില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പലതും പിന്നെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട്, മുഗൾ ആക്രമണത്തിൻ്റെയും അല്ലെങ്കിൽ മുസ്ലിം ആക്രമണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മുഹമ്മദ് ഘോരയും ഗസ്നിയുടെയും കാലം മുതലത് നമ്മൾ കേൾക്കുന്നതാണ്. പല ക്ഷേത്രങ്ങളിലും കയറി വന്ന് കൊള്ളയടിച്ചുകൊണ്ട് അതൊരു പ്രാക്ടീസായിരുന്നു. പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ളവരിങ്ങനെ പലതും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കീഴ്വഴക്കമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 1810 റാണി ലക്ഷ്മിഭായി പിന്നെ ഇവിടെ രാജ്ഞിയായിട്ട് വന്നപ്പോൾ, അപ്പോൾ അവർ ഒരു വനിത ആണ് അന്ന് രാജ്ഞിയായിട്ട് വന്നതെന്നുള്ളതുകൊണ്ട്
ദിവാനായിട്ട് പോസ്റ്റ് ചെയ്തത് ജോൺ മൺറോ എന്ന് പറഞ്ഞൊരു സാഹിബിനെയാണ്. കാരണം ഇദ്ദേഹം ഇവിടുത്തെ റെസിഡൻ്റായിരുന്നു, ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്നു. അപ്പം അദ്ദേഹം 300ഓളം ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ ക്രിസ്ത്യാനികൾക്കായി വിധിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു രേഖയുമുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഓർഗനൈസറിലൊക്കെ മുമ്പ് ഒരു വാർത്തയൊക്കെ വന്നിരുന്നല്ലോ, 20,000 കോടി രൂപയുടെ സ്വത്ത് ക്രിസ്ത്യാനികൾക്കുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ 17.19 അങ്ങാണ്ട് കോടി ഏക്കർ സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞ് പല വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ആ കാലഘട്ടങ്ങളിലൊക്കെ ഓരോരുത്തർ ഇത്തരത്തിൽ ക്ഷേത്ര സ്വത്ത്, ക്ഷേത്രഭൂമി ഒക്കെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ പലർക്കും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആഭരണങ്ങളും പല ക്ഷേത്രങ്ങളിലെയും നിധികൾ, ആഭരണങ്ങൾ ഒക്കെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. വളരെ അപൂർവം ചില എല്ലാ വർഷവും ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ഇപ്പോൾ തിരുവാഭരണം പോലെയുള്ള സാധനങ്ങൾ മാത്രമേ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കാറ്. കാരണം അത് പൊതുജനത്തിന് അറിയാം, എല്ലാ വർഷവും ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അറിയാം. അല്ലാത്ത പലതും ഇത്തരത്തിൽ മോഷണം പോകുന്നതും പിന്നെ കൊള്ളക്കാർ വന്ന് കൊണ്ടുപോകുന്നതും അക്രമികൾ കൊണ്ടുപോകുന്നതും ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് മാർത്താണ്ഡവർമ്മ വളരെ ബുദ്ധിപൂർവ്വം ഇത് താൻ ആക്രമിച്ച് കീഴടക്കിയ രാഷ്ട്രങ്ങൾ, പിന്നെ ഉദാഹരണത്തിന് കായംകുളം, ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായാലും അതിൽ നിന്ന് അവിടെയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലെ നിധികൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയും ഇവിടുത്തെ നിലവറയിൽ സേഫായിട്ട് വിൽക്കുകയും ചെയ്തു. ആരും പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിന് ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ വന്ന് അതുപോലെ ചില ട്രാപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും അതെല്ലാം ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതാരും എടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് മാത്രമാണിത് ഇത്രയും നാൾ നിലനിന്നത്. പണ്ട് നമ്മൾ ജയന്റെയും പ്രേം നസീറിൻ്റെയൊക്കെ സിനിമ കാണുമ്പോൾ അതിനകത്ത് കാണിക്കുന്നത് പോലുള്ള ചില സംഭവങ്ങൾ ശരിക്കും യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മനസ്സിലാവുന്നത്. അതുപോലെ ഒരു കാര്യം കൂടെ, നിലവറ തുറന്നപ്പോൾ ഏകദേശം ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരു ഏകദേശ അനുമാനമാണ് 1,00,000 കോടിക്ക് മുകളിൽ വിലമതിക്കുമെന്നാണ് പറയുന്നത്. അതും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള 750 കിലോയുടെ സ്വർണ്ണ നാണയങ്ങൾ തന്നെയുണ്ട്. അതെ അതെ. പിന്നെ 18 കിലോ വരുന്ന ഒരുപാട് മാലകൾ, വള, മോതിരം, ആഭരണം, പിന്നെ പലതരത്തിലുള്ള രത്നങ്ങൾ ഒക്കെ ഉണ്ട്. ഇത് എണ്ണാനായിട്ട് പോയവരുടെ തന്നെ കണ്ണു തള്ളിപ്പോയി എന്നാണ് പറയുന്നത്. സാർ, അപ്പോൾ ഇത്രയും വലിയൊരു സമ്പാദ്യം, ഇതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ ബി നിലവറയിൽ കാണുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നിരന്തരമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും സുരക്ഷ ഏർപ്പെടുത്തിയിട്ട് പോലും 24 മണിക്കൂറും CCTV സർവൈലൻസ് ഉണ്ടായിട്ടും ഇത്രയും സുരക്ഷാ ഭടന്മാരുണ്ടായിട്ടും പലതവണയും മോഷണ ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിവിദഗ്ധമായി, അത് പുറത്തു നിന്നുള്ള ആളല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് അവസാനത്തെ സംഭവത്തിലൂടെ മനസ്സിലാവുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എത്ര കാലം ഇങ്ങനെ സൂക്ഷിക്കാനായി സാധിക്കും? ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പോരാ എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആർക്കിയോളജി സർവേയുടെ ഒരു മോണിമെൻ്റ് എന്ന് പറയുന്നത് താജ്മഹലാണ്. ഈ നിലവറ തുറന്ന് ഇതിലെ ആഭരണങ്ങളും മറ്റും നമ്മളൊരു മ്യൂസിയമായിട്ട് സൂക്ഷിക്കുകയും പത്മനാഭസ്വാമി ടെമ്പിൾ ഉൾപ്പെടെയുള്ള പ്രദേശം ഒരു ഹെറിറ്റേജ് മ്യൂസിയമാക്കുകയും ചെയ്താൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, സെൻട്രൽ ഗവൺമെൻറ് ഇത്തരം അപൂർവമായത് മാത്രമേ ഉള്ളൂ നാഷണൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത്. ബാക്കിയെല്ലാം സ്റ്റേറ്റിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. തീർച്ചയായിട്ടും ഇത് നാഷണൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം നമുക്ക് ഏതാണ്ട് 15-ാം നൂറ്റാണ്ട് മുതലുള്ള പല ആഭരണങ്ങളും മറ്റ് സാധനങ്ങളും അതിനേക്കാൾ പഴക്കമുള്ളത് വരെ അവിടെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ റെയറായിട്ടുള്ള സാധനമാണ്. ഇതിങ്ങനെ ഒരു എക്സിബിഷനും അതുപോലെ തന്നെ ക്ഷേത്രവും പരിസരവും ഒക്കെ അതുപോലെ സൂക്ഷിക്കുകയും പിന്നെ ഈ നിലവറ ബി നിലവറ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ എൻട്രി ഫീസ് വരെ വാങ്ങിക്കാം. ഇതിലേക്ക് ഇറങ്ങാൻ ഇതാണ് അവിടെ ഇരിക്കുന്ന മോഡൽ. ഇപ്പം നമ്മളായിരുന്ന പോലെ ഇത് കാണണം നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റില്ല, ക്ഷേത്രത്തിനകത്ത് നിലവറ കാണാൻ പറ്റില്ല. അതുപോലത്തെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ റിപ്ലിക്കയിൽ കയറാനായിട്ട് തന്നെ വലിയൊരു ടൂറിസം സാധ്യതയായിരിക്കും. ഒരു പക്ഷേ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ വലിയൊരു എതിർപ്പുണ്ടായെന്നാണ് കേട്ടിട്ടുള്ളത്. അതെ, ആ എതിർപ്പ് താൽക്കാലികമായിട്ടാണ് കാണേണ്ടത്. കാരണം നമുക്ക് കോടിക്കണക്കിന് രൂപ ഇനിയും ഈ വിസിറ്റേഴ്സിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ പകുതി പണം നാഷണൽ ആർക്കിയോളജി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുത്താലും പകുതി ക്ഷേത്രത്തിന് കിട്ടിയാൽ പോലും ക്ഷേത്രത്തിനും എല്ലാം അത് വളരെ ഗുണകരമായിരിക്കും. പിന്നെ പൊതുജനങ്ങൾക്കൊരു വലിയ നിധിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസത്തിനൊരു അസറ്റായിരിക്കും. അത്തരത്തിലൊരു ശേഖരം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഇത് നഷ്ടപ്പെടാതിരിക്കാനും പഴയ ആ പാരമ്പര്യമെല്ലാം നമുക്കൊന്ന് നിലനിർത്തുന്നതിനുമൊക്കെ സഹായകമാകും എന്ന് തന്നെയാണ് ഒരു വലിയ കൺസെപ്റ്റ് ഉള്ളത്. ഇപ്പോൾ ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങളും ഈ അമൂല്യനിധിയും ഒന്നും തിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൊള്ളക്കാരുണ്ടെന്ന്
സംശയം എല്ലാവർക്കും ഉണ്ട്, നമുക്കുള്ളതുപോലെ തന്നെ ജനങ്ങൾക്കുള്ളൊരു സംശയമാണ്. ഇതിനോടകം തന്നെ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇനിയും അത് നഷ്ടപ്പെടുന്നതിന് ഈ ഒരു രഹസ്യം കാരണമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ രഹസ്യം പുറത്തു വരേണ്ടത് തന്നെയല്ലേ? അല്ല, തീർച്ചയായിട്ടും ഒരു കണക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമ്മളൊരു നിലവറയ്ക്കകത്ത് വീട്ടിലായാൽ പോലും കുറേ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷന് പോലും അറിയാൻ പറ്റില്ല അവിടെ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ജനറേഷനിലുള്ളവർക്ക് പോലും അത് കൈകാര്യം ചെയ്യുന്നവരൊഴിച്ച് ബാക്കി ആർക്കും അറിയാൻ പറ്റില്ല അവിടെ എന്താണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതൊരു കണക്ക് വേണ്ടതാണ്, ഒരു കൃത്യത വേണ്ടതാണ്, ഇത് എക്സിബിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത് ആരും കാണാതെ ഒരു നിധി നമ്മുടെ ഭൂമിക്കടിയിലിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു ചോദ്യം. ഇത് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ കാണേണ്ടതാണ്. പഴയ ആ ഒരു പാരമ്പര്യവും അതിൻ്റെ പിന്നെ നമ്മുടെ അന്നത്തെ കലയും ആഭരണങ്ങളുടെ മേക്കും എല്ലാം കാണാനായിട്ട് വലിയ കൗതുകമായിരിക്കും. അപ്പോൾ അത് ഇവിടെയുള്ളവർക്ക് തന്നെ വലിയ കൗതുകമായിരിക്കും. പ്രത്യേകിച്ച് വിദേശികളടക്കമുള്ളവർക്ക് ഇതിനേക്കാൾ ആകർഷകമായിരിക്കും. പിന്നെ ഇത് സേഫായിട്ട് ഇരിക്കാനും ഒരു മാർഗമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും പത്മനാഭനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2018 പ്രളയം വന്നപ്പോൾ പോലും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് പത്മനാഭനാണ്. ഈ മണ്ണി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ പത്മനാഭന്റെ സ്വർണം കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉറപ്പായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിഷയം കൂടി ഇല്ല സാർ, ഈ ആചാരപരമായ ചില വിഷയങ്ങളുണ്ടല്ലോ. തന്ത്രി ആ യോഗത്തിൽ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. രാജകുടുംബത്തിന്റെ അഭിപ്രായം, അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളുണ്ട്. പക്ഷേ ഇത് അതിലൊരു കൺസെൻസസിൽ എത്തേണ്ടതാണ്. അങ്ങനെ എത്തി കുറഞ്ഞ പക്ഷം അവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പ്രധാന ആഭരണങ്ങളെങ്കിലും പ്രദർശനത്തിന് വെച്ച് അതൊരു മ്യൂസിയം ആക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാവും. ക്ഷേത്രത്തിനും അതൊരു സൗഭാഗ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ അവിടെ വരികയും ക്ഷേത്ര ദർശനം നടത്തുകയും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി അത് മാറുകയും ചെയ്യും. ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ധനികനായ ദൈവം ഭഗവാൻ, അപ്പോൾ അത് ലോകത്തിന് കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ പലർക്കും ഉണ്ട്. പലർക്കും ഒരു അതിശയം പോലെ തന്നെ പലരും പറഞ്ഞു പോയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. അതിൽ എന്തെങ്കിലും ഒരു സമവായത്തിൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ ഒരു വലിയ കൊള്ള ഇതിന് പിന്നിൽ നടക്കും. അതാരും തന്നെ അറിയാതെ പോവുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഒരു അറുതി വരും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.